ഹരി ഓം. ദശകം 20, ശ്ലോകം 2. അഭിഷ്ടുതസ്തസ്ത്രമുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണസ്ഥിരോദധാബർഹിഷി വിശ്വമൂർത്തേ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. അഭിഷ്ടുതഃ തത്ര, അഭിഷ്ടുതസ്തത്ര, മുനീശ്വരൈഃ ത്വം, മുനീശ്വരൈസ്ത്വം, മുനീശ്വരൈസ്ത്വം, അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം, രാജ്ഞഃ സ്വതുല്യം, രാജ്ഞസ്വതുല്യം, സുതം അർത്ഥ്യമാനഃ, സുതമർത്ഥ്യമാനഃ, സ്വയം ജനിഷ്യേ അഹം, സ്വയം ജനിഷ്യേഹം ഇതി. സ്വയം ജനിഷ്യേ അഹം, അപ്പോൾ അതാണ് അവിടെ ഒരു പ്രശ്ലേഷ ചിഹ്നമാണുള്ളത്. ജനിഷ്യേ കഴിഞ്ഞിട്ട് അഹം, അപ്പം സ്വയം ജനിഷ്യേഹം ഇതി ബ്രുവാണഃ തിരോദധാഹ ബർഹിഷി വിശ്വമൂർത്തേ, തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണസ്ഥിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 1 ആ യാഗത്തിനിടയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ യജമാനായിട്ടുള്ള നാഭിയല്ല, യാഗത്തിൽ വന്നു ചേർന്ന ഋഷിമാരാണ് പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വിശ്വമൂർത്തേ, വിശ്വമൂർത്തേ സർവസ്വരൂപനായ ഭഗവാനെ, തത്ര മുനീശ്വരൈഹി അഭിഷ്ടുതഃ, ആ യാഗമധ്യത്തിൽ മുനിശ്രേഷ്ഠന്മാരാൽ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ടവനും. നമ്മൾ പറഞ്ഞുവല്ലോ, ആ യാഗമധ്യത്തിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെട്ട് കണ്ടപ്പോൾ മുനിശ്രേഷ്ഠന്മാരാണ് ചുറ്റും നിന്ന് സ്തുതിച്ചു കൊണ്ടിരുന്നത്. രാജ്ഞഃ സ്വതുല്യം സുതം അർത്ഥ്യമാനഃ ത്വം, ആ നാഭിദേവനിൽ നിന്ന് ആത്മതുല്യനായ പുത്രനെ പ്രാർത്ഥിക്കപ്പെട്ടവനും ആയ അവിടുന്ന്. അതാണ് രാജ്ഞഃ സ്വതുല്യം. സ്വതുല്യം എന്ന് പറഞ്ഞാൽ ആത്മതുല്യനായ, ഭഗവാനെ പോലെ തന്നെ ഭഗവാന് തുല്യനായിട്ടുള്ള സുതം എന്ന് പറഞ്ഞാൽ പുത്രനെ വേണമെന്ന് പ്രാർത്ഥിക്കപ്പെട്ടു. ആ നാഭിദേവൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കഴിയുമ്പോൾ ഭഗവാൻ ചോദിക്കുമല്ലോ എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ നാഭിദേവൻ ചോദിച്ചത് ആത്മതുല്യനായ എന്നുവെച്ചാൽ ഭഗവാന് തുല്യനായ പുത്രനെ വേണം എന്നാണ് പ്രാർത്ഥിച്ചത്. അഹം സ്വയം ജനിഷ്യേ ഇതി ബ്രുവാണഃ ബർഹിഷി തിരോദധാഹ. അഹം സ്വയം ജനിഷ്യേ, അഹം ഞാൻ തന്നെ സ്വയം അവതരിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അഗ്നിയിലേക്ക് തന്നെ മറയുകയും ചെയ്തുവല്ലോ. അപ്പം ഭഗവാന് തുല്യൻ ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഇനി എനിക്ക് തുല്യമായിട്ടൊരാൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ ആളില്ല, അതിന് ഞാൻ തന്നെ ആയാലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ അവതരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അത് സമ്മതിച്ച് മറയുകയും ചെയ്തു. അപ്പം അല്ലയോ പ്രപഞ്ചരൂപിയായിരിക്കുന്ന ദേവ, മുനീശ്വരന്മാരാൽ സ്തോത്രം ചെയ്യപ്പെട്ടിരിക്കുന്നവനായ അങ്ങയ്ക്ക് തുല്യനായ ഒരു മകനെ ദാനം ചെയ്യണമെന്ന് രാജാവിനാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവതരിക്കാം എന്ന് അനുഗ്രഹിച്ച് യാഗാഗ്നിയിലേക്ക് അന്തർധാനം ചെയ്തു. അഭിഷ്ടുതസ്ത്രമുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണസ്ഥിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ.